പെരുന്നാളിന് വീട്ടിൽ വന്ന മോളൊന്നും ഇപ്പോൾ തിരിച്ച് ബാംഗ്ലൂരിലേക്ക് തന്നെ പോവാണ്ട്. അപ്പോൾ മോളിൻ്റെ ബാക്കിൽ 2 കുമ്പളങ്ങയാണ് കേട്ടോ കാണുന്നത്. അത് ഞാൻ വീട്ടിലേക്ക് പോകുമ്പോൾ കൊണ്ടാകാൻ വേണ്ടിയിട്ട് പറിച്ചു വെച്ചതാണ്. അപ്പോൾ എന്നും തിരിച്ചു പോകുമ്പോൾ ഉള്ളതാണ് മോളുവിൻ്റെ മുഖത്ത് ഈ ഒരു സങ്കടം കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് സങ്കടമാണ്. ഇപ്രാവശ്യം ഞാൻ പിന്നെ അത് മെയിൻറ്റ് ചെയ്യണ്ടെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ബസ്സിൽ നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഷവർമയും ജ്യൂസൊക്കെ വാങ്ങാൻ വേണ്ടി നിർത്തിയതാണ് കേട്ടോ. ഇപ്രാവശ്യം സാമ്പസ് കിട്ടിയില്ല കേട്ടോ, കാരണം റഷുള്ള ടൈമാണല്ലോ. അതുകൊണ്ട് തന്നെ 2000 ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ ചാർജ്. അപ്പോൾ നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ മുമ്പിലുള്ള സുധർമ്മ ലാബോറട്ടറിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ ബസ് വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ SKS ഒക്കെ എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ എന്തോ ചാടി കിടക്കുന്ന ട്രിക്ക് എടുത്ത് നോക്കിയതാണ് കേട്ടോ. ഇതൊരു ഇയർപോഡാണ്. അപ്പോൾ അതിപ്പോഴും ഇക്കാൻ്റെ കയ്യിലുണ്ട്. ഇതിൻ്റെ അവകാശികൾ വന്നാൽ തിരിച്ചു തരുന്നതാവും കേട്ടോ. പെരിന്തൽമണ്ണ ഊട്ടി റോഡുമ്മേ ജുമാ മസ്ജിദിൻ്റെ ഫ്രണ്ടിൽ നേഹ ജ്വല്ലറി ഉണ്ട് കേട്ടോ. അത് ഞങ്ങളെ ജ്വല്ലറിയാണ്. അതിൽ ചെന്നാൽ മതി. അപ്പോൾ ഇക്കത് തരും. തെളിവ് സഹിതം പറയട്ടല്ലോ. അത് വെറുതെ ഓടിച്ചെന്നാണ്ട് ഇത് ഞങ്ങളതാണെന്നൊന്നും പറഞ്ഞാൽ കിട്ടൂല. സംഭവം എന്താണെങ്കിലും ഇക്കാൻ്റെ അടുത്തുണ്ട്. ആവശ്യക്കാരല്ല, അവകാശികൾ ചെന്നാൽ കിട്ടും. ഇയർപോഡ് ഞങ്ങൾക്ക് കിട്ടുന്നത് 2ാം പെരുന്നാൾക്ക് രാത്രി 7 മണിക്കാണ് കേട്ടോ. നമ്മൾ വീഡിയോ ഇടാൻ ലേറ്റ് ആയതാണ്. അപ്പോൾ മോള് യാത്രയൊക്കെ പറഞ്ഞ് ബസ്സിൽ കയറിയിട്ടുണ്ട്. റഷുള്ള ടൈം ആയതുകൊണ്ടും ബുക്ക് ചെയ്യാൻ ലേറ്റ് ആയതുകൊണ്ടൊന്നും അറിയില്ല. ബാക്കിൽ അപ്പർ ഭാഗത്തിലാണ് കേട്ടോ മോളൂന് സീറ്റ് കിട്ടിയത്. ഞാനും ഒക്കെയും പറയുന്നുണ്ടാവും ഭയങ്കര ബുദ്ധിമുട്ടാക്കരെ ഒക്കെ യാത്ര ചെയ്യാൻ. പക്ഷെ ഓൾക്ക് ബസ്സിൽ വന്നും പോയി ശീലമുള്ളതുകൊണ്ട് അതൊന്നും വലിയ ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞു കേട്ടോ. ഓൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾക്ക് പക്ഷേ ആകെ ടെൻഷൻ ചെയ്യുന്നു. ഇനിയിപ്പോൾ എങ്ങനെയാണ് കുട്ടി യാത്ര ചെയ്യുക, നല്ല ബുദ്ധിമുട്ടാവും എന്നൊക്കെ പറഞ്ഞാണ്ട് അങ്ങനെ മോള് പോയിട്ടുണ്ട്. അപ്പോൾ എയർപോർട്ടിൻ്റെ അവകാശികൾ വന്ന് കോൺടാക്ട് ചെയ്താൽ മതി, തിരിച്ച് കിട്ടും.